അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 അന്ധർക്ക് കാഴ്ചയുമായി, ബന്ധിതർക്ക് മോചനമായി, ബധിരർക്കു കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ. അന്ധർക്കു കാഴ്ചയുമായി, ബന്ധിതർക്ക് മോചനമായി, ബധിരർക്കു കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 പാപികൾക്ക് പരിഹാരവുമായി, മുറിവേറ്റവർക്ക് സാന്ത്വനമായി, രോഗങ്ങൾ നീക്കിടുവാൻ ക്രൂശിതനായ എൻ കർത്താവേ. പാപികൾക്ക് പരിഹാരവുമായി, മുറിവേറ്റവർക്ക് സാന്ത്വനമായി, രോഗങ്ങൾ നീക്കിടുവാൻ ക്രൂശിതനായ എൻ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ആരാധന. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധന, 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 ആരാധന. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള ഈശോയുടെ പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, പുതിയൊരു ദിനത്തിലേക്ക് ദൈവം തൻ്റെ കാരുണ്യത്താൽ നമ്മെ കൈപിടിച്ച് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ദിനത്തിൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന അനേകർ നാം പ്രവേശിച്ച ഈ ദിനത്തിൽ ഇന്നില്ല. രോഗങ്ങളാൽ, അപകടങ്ങളാൽ, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയ അനേകരുള്ളപ്പോൾ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് അവിടുത്തെ ആരാധിക്കുവാനാണ്. സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഇതാ ഈ ദിനത്തിൽ ഈ ഭൂമിയിലായിരിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു. മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്, എന്നെ ആരാധിക്കുക. ഈശോയെ പരീക്ഷിക്കുവാനായിട്ട് പരീക്ഷകൻ വന്നപ്പോഴും മരുഭൂമിയിലുള്ള പരീക്ഷയിൽ പരീക്ഷകൻ ഈശോയോട് പറയുകയാണ്, ലോകത്തിലുള്ളതെല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം നിനക്ക് ഞാൻ തരാം, നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ചാൽ. ഈശോ പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അതേ പ്രിയമുള്ളവരെ,
നമുക്ക് ഈ ദിനത്തിൽ ദൈവത്തെ ആരാധിക്കാം. അമ്മയോടൊപ്പം ചേർന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ, പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളോടൊപ്പം അപ്പമായി വസിക്കുന്ന ഈശോയെ അമ്മയോടൊപ്പം ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഈ നിമിഷം ഈ ഈരടികൾ പാടി നമ്മൾ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിപാട് പുസ്തകത്തിലെ 4-ാം അധ്യായം 8-ാം തിരുവചനത്തിലെ സ്വർഗം ആരാധിക്കുന്ന ആ വചനം മനസ്സുകൊണ്ട് ഏറ്റുപറയാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്കുള്ള എല്ലാ അനുഭവങ്ങളെയും എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ ആകുലതകളെയും എല്ലാ സന്തോഷങ്ങളെയും ഈ ദിവ്യകാരുണ്യ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മറിയത്തോടൊപ്പം നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈ പുതിയൊരു വർഷത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ശാന്തമായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയെ മിഴി തുറന്ന് സ്നേഹത്തോടെ നോക്കി നമുക്കിരിക്കാം. മറിയം ഈശോയുടെ പാദാന്തികത്തിലിരുന്നതുപോലെ പരിശുദ്ധ കന്യകാമറിയം ഉണ്ണിയായ ഈശോയെ സ്നേഹത്തോടെ നോക്കിയതുപോലെ കാൽവരിയിലെ കുരിശിൽ സകലരുടെയും രക്ഷയ്ക്കായി തൻ്റെ പ്രിയപ്പെട്ട മകൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കുരിശിനരികിൽ പ്രാർത്ഥനയോടെ നിന്ന പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്ക് ഈ ദിനത്തിൽ ദിവ്യകാരുണ്യത്തിലേക്ക് സ്നേഹത്തോടെ നോക്കി പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 13-ഉം 14-ഉം തിരുവചനങ്ങൾ നമുക്ക്
ധ്യാനപൂർവം ശ്രവിച്ച് ഈ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഈശോയുടെ സ്നേഹവും സാന്ത്വനവും സൗഖ്യവും നമുക്ക് സ്വീകരിക്കാം. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ സന്ദർഭം നമുക്കറിയാം. ഈശോ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതി നിരാശയിൽ അടിമപ്പെട്ട് പഴയ ജോലികളിലേക്ക് തിരിച്ചു പോയ ചില ശിഷ്യരുണ്ട്, ഒളിച്ചിരുന്നവരുണ്ട്. ഇനി ഒരിക്കലും ക്രിസ്തു ശിഷ്യനാണെന്ന് പറയാൻ കഴിയാത്ത വിധം ഭയത്തിനടിമപ്പെട്ട് അകന്നുപോയവരുണ്ട്. പരിശുദ്ധ കന്യകാമറിയം അവരെയെല്ലാം സ്നേഹത്തോടെ കൂട്ടി ഈ സഹിയോൻ മാളികയിൽ പ്രാർത്ഥനയിലായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മുന്നോട്ടിനി എങ്ങനെയെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ശിഷ്യന്മാർ കടന്നുപോയ ഈ നൊമ്പരവും വേദനയും നമ്മളും അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ പരിശുദ്ധ മറിയം നമ്മെ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയോടൊപ്പമായിരിക്കുവാൻ അമ്മ വിളിക്കുകയാണ്. നമുക്ക് ഈ നിമിഷം പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ഈശോയെ ആരാധിക്കാം, ഈശോയെ സ്നേഹിക്കാം, ഈശോയുടെ മനസ്സ് അറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താം. പുതിയൊരു വർഷം പലതരത്തിലുള്ള ഉത്കണ്ഠകളോടുകൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രവേശിച്ചിരിക്കുന്നത്. പുതിയ വർഷത്തിലെ ഈ പുതിയ മാസത്തിൽ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഭയങ്ങളുണ്ടാകാം, ഉത്കണ്ഠകളുണ്ടാകാം. രോഗത്തെക്കുറിച്ചുള്ള, സാമ്പത്തിക തകർച്ചകളെക്കുറിച്ചുള്ള, മക്കളെക്കുറിച്ചുള്ള, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള നൊമ്പരങ്ങളും ഉത്കണ്ഠകളും നമ്മെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതാ മറിയം പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, നീ എന്നോടൊപ്പം ഈശോയോടൊപ്പം ആയിരിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക. മറിയം ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. നമുക്ക് അമ്മയുടെ കരം പിടിച്ച് മുന്നോട്ടുള്ള നിമിഷങ്ങളിൽ, മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, മുന്നോട്ടുള്ള ആഴ്ചകളിൽ, മുന്നോട്ടുള്ള മാസങ്ങളിൽ നമുക്ക് നടന്നു നീങ്ങാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, മറിയം നമ്മുടെ ജീവിതത്തിന് ഒരു കരുത്തും ഒരു സാന്ത്വനവുമാണ്. അമ്മ നമ്മളെല്ലാം ചേർത്ത് പിടിച്ച് ഈശോയോട് ഐക്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരമ്മ നമുക്കുണ്ട്. ഓരോ പുതിയ വർഷവും ആരംഭിക്കുന്നതും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിച്ചു കൊണ്ടല്ലേ നമ്മൾ? അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈ ദിനത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എളിമയും സമർപ്പണവും വഴി കൃപ സ്വീകരിച്ച മറിയത്തെ പോലെ ഞാനും നിങ്ങളും എളിമയും സമർപ്പണ മനോഭാവത്തോടെ ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലും കൃപകൾ ഒഴുകിയിറങ്ങും. ക്രിസ്തുവിനെ സംവഹിച്ച കാരുണ്യ പ്രവർത്തികളിലൂടെ നമുക്കും മറ്റുള്ളവരുടെ മുമ്പിൽ മറിയത്തെ അനുകരിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മറിയത്തെക്കുറിച്ചൊന്ന് ഈ ദിനത്തിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. അമ്മ എല്ലാവരോടും പറയുന്നത് ജപമാല ചൊല്ലുക. എന്നോടൊപ്പമായിരുന്നു കൊണ്ട് നിങ്ങൾ ജപമാല ചൊല്ലിയാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എൻ്റെ പുത്രൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അതിനുത്തരം നൽകും, അതിനെ രൂപാന്തരപ്പെടുത്തും, അതിനെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കരങ്ങളിൽ ജപമാലയെടുത്ത്
പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിച്ചാൽ, ഈശോയെ ആരാധിച്ചാൽ അവിടെ അത്ഭുതങ്ങളും വിടുതലും സൗഖ്യവും സംഭവിക്കും. മറിയം കടന്നുപോയ സഹനങ്ങളെ നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഉണ്ണിയായ ഈശോയെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ തക്കവിധം ജീവിതം സമർപ്പണം ചെയ്ത നിമിഷം മുതൽ കാൽവരിയിലെ കുരിശിൻ്റെ കീഴിൽ ഈ അമ്മ നിൽക്കുമ്പോൾ അമ്മ കടന്നുപോയ നൊമ്പരങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, പ്രതിസന്ധികൾ, പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും നൊമ്പരങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോൾ അമ്മയെ നമ്മൾ അനുകരിക്കണം. മാതാവിൻ്റെ 3 പ്രത്യേകതകൾ ഈ ദിനത്തിൽ നമുക്കൊന്ന് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. മറിയം വിശ്വസിച്ചു, മറിയം പ്രത്യാശിച്ചു, മറിയം പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും സ്വർഗം ആവശ്യപ്പെടുന്നത്, ഈശോ ആവശ്യപ്പെടുന്നത്, ഈ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോ നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്, എൻ്റെ അമ്മയെപ്പോലെ നിങ്ങളും വിശ്വസിക്കുക, എൻ്റെ അമ്മയെപ്പോലെ നിങ്ങളും പ്രത്യാശിക്കുക, എൻ്റെ അമ്മയെപ്പോലെ നിങ്ങളും പ്രവർത്തിക്കുക. അതെ, മറിയം വിശ്വസിച്ചു. നാം വായിക്കുന്ന തിരുവചനങ്ങൾ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം കേൾക്കുന്ന തിരുവചനങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ടോ? മറിയം പ്രത്യാശിച്ചു. പ്രതിസന്ധികളും അസ്വസ്ഥതകളും തടസ്സങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും മുന്നിൽ കടന്നു വന്നപ്പോഴും മറിയം പ്രത്യാശിച്ചു, ഇതെല്ലാം കടന്നു പോകും. കാരണം ദൈവീക പദ്ധതികൾ പൂവണിയുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മറിയം പ്രത്യാശിച്ചു. 3ാമത് മറിയം പ്രവർത്തിച്ചു. മറിയത്തിന് വേണമെങ്കിൽ നിസ്സംഗതയോടെ നിൽക്കാമായിരുന്ന അനേകം അനുഭവങ്ങളുണ്ട്. പക്ഷെ മറിയം പ്രവർത്തിക്കുവാൻ തയ്യാറായി. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന മറിയത്തെ നമ്മൾ കാണുന്നില്ലേ? ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന അനുഭവങ്ങൾ, അവിടെ നിന്ന് വീണ്ടും നസ്രത്തിലെത്തുന്നു. അങ്ങനെ മറിയം പ്രവർത്തിക്കുന്ന മറിയത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. മാലാഖയിൽ നിന്ന് ദൈവിക സന്ദേശം സ്വീകരിച്ചിട്ട് മറിയം ദീർഘമായി യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ ഭവനത്തിലെത്തുന്ന മറിയത്തെ നമ്മൾ കാണുന്നില്ലേ? മറിയം പ്രവർത്തിക്കുകയാണ്. വീണ്ടും കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിന് അവിടെ വെറുതെ നിൽക്കാമായിരുന്നു. എന്നാലും തൻ്റെ പുത്രൻ്റെ അടുക്കൽ വന്ന് അവരുടെ ആവശ്യങ്ങൾ പറയുന്ന മറിയം, പ്രവർത്തിക്കുന്ന മറിയത്തെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. നമുക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകാം. നിസ്സംഗത വെടിഞ്ഞ്, അലസത വെടിഞ്ഞ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന ധർമ്മസങ്കടത്തിൽ അടിമപ്പെടാതെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനത്തിൻ്റെ ബലത്തിൽ പ്രവർത്തിക്കുന്നവരാകാം. പ്രിയമുള്ളവരെ, ഈ ചിന്തകളോടുകൂടി നമുക്ക് ഈശോയെ മറിയത്തോടൊപ്പം ആരാധിക്കാം. ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. ഈ അമ്മയിൽ നിറഞ്ഞു നിന്ന ദൈവീക വിശ്വാസം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിറഞ്ഞു നിന്ന ദൈവീകമായ പ്രത്യാശ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കണമേ. മറിയത്തെ പോലെ പ്രവർത്തിക്കുവാൻ, നന്മ ചെയ്യുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ നോക്കി ആരാധിക്കാം. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ഒരുമിച്ച് പാടാം. ആരാധന ആരാധന, അതിരം തുറന്ന് പാടാം. ആരാധന അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ചു പാടാം. ആരാധന ആരാധന, സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട്, ആരാധന ആരാധന, സഭയോട് ഐക്യപ്പെട്ടുകൊണ്ട്, ആരാധന ഫ്രാൻസിസ് പാപ്പയോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും ഐക്യപ്പെട്ടുകൊണ്ട് ആരാധന 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 ആരാധന.
പ്രിയമുള്ളവരെ, മറിയത്തിൽ നിറഞ്ഞു നിന്ന ഈ 3 സവിശേഷതകളിൽ വളരുവാൻ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ, പൈശാചിക ശക്തികളെ ഈ നിമിഷം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുവാനായി സ്വർഗത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഈ പ്രാർത്ഥന തീരുന്നത് വരെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി യേശുനാമം ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുക. ഈശോയെ നന്ദി, യേശുവേ നന്ദി. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുകുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പൂർവികർ, തലമുറ, തറവാട്, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ജീവിത പങ്കാളികൾ, മക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ, അയൽവക്കക്കാർ, ശത്രുക്കൾ, മിത്രങ്ങൾ എന്നിവരെ ഞങ്ങളുമായി ഇടപഴകിയിട്ടുള്ള സകലരെയും കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ശക്തിയുള്ള തിരുരക്തം ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഒഴുക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രവർത്തനത്തിലും ശക്തിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ ഈശോയെ, നീ മാത്രമാണ് ഞങ്ങളുടെ ഏകരക്ഷകനെന്ന് ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തെയും ഭവനത്തിന്റെ 4 അതിരുകളെയും 16 കോണുകളെയും ഭവനത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സ്ഥലങ്ങളെയും ഉപയോഗ വസ്തുക്കളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും ഞങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും വസ്തുവകകളെയും അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള വസ്തുക്കളിൽ ഇന്ന് വരെ കടന്നു നീങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത ഏതെങ്കിലുമൊക്കെ വിഗ്രഹാരാധനകളോ ആചാര അനുഷ്ഠാനങ്ങളോ അബദ്ധ സിദ്ധാന്തങ്ങളോ അന്ധവിശ്വാസങ്ങളോ പൂജാവിധികളോ പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണുനീരുകളോ പിടിച്ചുപറിക്കലിലൂടെ തട്ടിയെടുക്കലിലൂടെ നേടിയ വസ്തുക്കളിലൂടെ കടന്നു വന്ന എല്ലാ ശാപബന്ധനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാല്, തിരുരക്തത്തിന്റെ ശക്തിയാല്, തിരുകുരിശിന്റെ ശക്തിയാല്, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാല് ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. തിരുരക്തത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളുടെ ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾക്ക് വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ അന്ധകാര ശക്തികളെയും പൈശാചിക ശക്തികളെയും സാത്താന്റെ ശക്തികളെയും കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങളെ കെട്ടഴിച്ച് വിടുതൽ നൽകി ദൈവിക ശക്തിയും അഭിഷേകവും സൗഖ്യവും ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മേൽ പ്രദാനം ചെയ്യണമേ. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. മത്തായി 4:10, ലൂക്കാ 10:19, കൊളോസോസ് 2:15 വചനങ്ങളുടെ ശക്തിയാൽ എല്ലാ നാരിക ശക്തികളും പൈശാചിക ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും വിശുദ്ധ മിഖായേലിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സകല അപ്പോസ്തലന്മാരുടെയും മാധ്യസ്ഥത്താൽ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും അരൂപികള്, സൗഖ്യത്തിന്റെ അരൂപികള്, അനുഗ്രഹത്തിന്റെ അരൂപികള് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. ദൈവ കാരുണ്യത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും വസ്തുവകളെയും യേശുവേ നിന്റെ തിരുരക്തം കൊണ്ട് പൊതിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശടയാളത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സകലതിനെയും മുദ്രണം ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് ഈ ദിനത്തെ കൃപയുള്ള ദിനമാക്കി മാറ്റാം. മറിയത്തോടൊപ്പം കൂടുതൽ ജപമാലകൾ ചൊല്ലി വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റാം. പ്രത്യാശയിൽ ആഴപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റാം. പ്രവർത്തിക്കുന്ന പ്രവർത്തനനിരതമായ, സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നവരായി മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ,
നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.